ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്സാണ്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ്റെ മസാലയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. സമൂസയുടെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടാൻ എളുപ്പമാവും. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി പൗഡറും കൂടി ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് എങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാൻ നോക്കാം. സോസ് പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തെടുക്കുക. അപ്പോൾ അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരമില്ലെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കുക. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെക്കാൻ നോക്കട്ടോ. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച മാതിരിണ്ടാവും. അതൊന്ന് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ 1 മിനിറ്റ് നല്ലോണം ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കന് ചെറിയ പീസായതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പാകത്തിന് വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ചിക്കൻ വേവിച്ചിട്ടെടുക്കേണ്ടത്. ചിക്കൻ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാം. അപ്പോൾ വെന്ത് കൊഴിഞ്ഞ് പോകേണ്ട ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് കുരു കളഞ്ഞ തക്കാളി വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്താണ്. പച്ചക്കറിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇപ്പോൾ പച്ചക്കറിക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം വേവിച്ചിട്ടെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയിട്ടെടുക്കണം. അപ്പോൾ നല്ല ചൂടാക്കി എടുക്കുകയാണ്. അതിനെക്കൊണ്ട് വേഗം തന്നെ നമുക്ക് മൂപ്പിച്ചിട്ടെടുക്കാൻ പറ്റും. മസാല നല്ല ചൂടാക്കി എടുക്കല്ലേ, അപ്പോൾ വേഗം തന്നെ നമുക്ക് മൂത്ത് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ്, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി സോസും 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സോസ് ചേർത്തിട്ട് കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ്റെ മസാലയാണ്. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഒരു പാത്രത്തിലോട്ട് ഞാൻ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കണം. ഷുഗറും ഉപ്പൊക്കെ നല്ലോണം എല്ലായിടത്തും മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക.
പിന്നെ നിങ്ങളടുത്ത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ആ വലിയ തരി പോലത്തെ ഈസ്റ്റ് ഇല്ലേ, അതാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കണം. ഒരു വാട്ടറാണ്, അപ്പോൾ കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോകരുത്, ഇത് നമ്മൾ പൊങ്ങാൻ വെക്കുന്ന സമയത്ത് ലൂസായി പോകും. അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് കുഴച്ചിട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സ്മൂത്താക്കിയിട്ട് കുഴച്ചിട്ടെടുത്തേക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, നമ്മൾ മാവൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് 1-1.5 മണിക്കൂർ നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് വെക്കുക. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കാനല്ലേ. അപ്പോൾ 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് പൊങ്ങി കിട്ടും. ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കുക. മാവ് കുഴച്ചിട്ടെടുക്കാനായിട്ട് നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 1/2 കപ്പിൻ്റെ അടുത്ത വെള്ളം വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുഴക്കുക. ഇനി നമ്മൾ മാവൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഏകദേശം 1-1.5 മണിക്കൂറിൻ്റെ അടുത്തായി, നല്ല പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒന്നും കൂടി സോഫ്റ്റാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുത്തിക്കണേ. ഇനി നമുക്ക് ഏത് പലമലാണോ പരത്തിയിട്ടെടുക്കണേ അതിലോട്ട് കുറച്ച് പൊടി തൂവി കൊടുക്കുക. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ അതിൽ കുറച്ച് പൊടി ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സമോസേൻ്റെ ആ ഒരു കട്ടിയിലല്ല ഇത് പരത്തിയിട്ടെടുക്കേണ്ടത്, കുറച്ചൊരു കട്ടിക്കാണ് പരത്തേണ്ടത്. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ സമോസ അല്ലേ, അപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഈക്വലായിട്ടുള്ള 3 ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കിതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഒരു ബോൾസ് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് മൂടി വെക്കണം, തുറന്നിടരുത്, ഡ്രൈ ആയി പോകും. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്താം. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സമൂസ ഉണ്ടാക്കിയിട്ടെടുക്കുമ്പോൾ കുറച്ച് നൈസിലല്ലേ പരത്തിയിട്ടെടുക്കുക, അത്ര നൈസാക്കിയിട്ട് എടുക്കണ്ട, അതിനെക്കാട്ടി കുറച്ചൊരു കട്ടിയിൽ വേണം പരത്താനായിട്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയിട്ടെടുക്കുക. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് സമോസേൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി സോസും കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ മിക്സഡ് ഹെർബ്സാണ്, അല്ലെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല മിക്സാക്കിയിട്ട് ഇതിലൊന്ന് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ സമോസയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മൈദ ഒന്ന് തേച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മൈദ കലക്കിയിട്ടെടുത്തതാണ്. ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം മറ്റേ സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം മൈദ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ കാരണം ഇത് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുള്ള മാവല്ലേ, അപ്പോൾ പൊരിച്ചിട്ടെടുക്കുന്ന സമയത്ത് നല്ല പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഫോൾഡ് ചെയ്തതൊക്കെ ഒന്ന് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേശ്ശെ മൈദ ചേർത്ത് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കി സമൂസൊക്കെ ആക്കിയിട്ടെടുക്കാം. നമുക്കൊന്നും കൂടി ഒന്ന് എങ്ങനെ സമൂസ ആക്കിയിട്ടെടുക്കാൻ നോക്കാം. ഇതുപോലെ ഒരറ്റത്തുനിന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് കുറച്ച് മൈദ ആക്കി കൊടുക്കുക, മറ്റേ അറ്റത്തുനിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തട്ടം പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചിട്ട് അവിടെ ഒട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സമൂസ റെഡിയായി. ഇതുപോലെ എല്ലാ സമൂസ നമുക്കിട്ട് ആക്കിയിട്ടെടുക്കാം. നമ്മൾ ഏതിലാണോ സമൂസ ഉണ്ടാക്കി വെക്കുന്നത് അതിൽ കുറച്ച് മൈദ തൂവി കൊടുക്കണം കേട്ടോ. നമ്മളിത് മൈദ തേച്ച് ഒട്ടിച്ചതല്ലേ, അപ്പോൾ അതിനെ കൊണ്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചിട്ട് എടുത്തിട്ടുള്ള ഈ ഭാഗം കമിഴ്ത്തി വെക്കാതെ പുറത്തോട്ടേക്ക് വെക്കുക. അപ്പോൾ ഞാനൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എല്ലാ സമൂസ ഉണ്ടാക്കിയിട്ടെടുക്കുക. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഇതുപോലെ കുഴിയിലെ ചട്ടിയിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ല ചൂടായിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സമൂസ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഇടണ സമയത്ത് നല്ല ചൂടായിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഒന്ന് തീ കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് പൊരിച്ചിട്ടെടുക്കാം.
അപ്പോൾ തീ മൊത്തത്തിൽ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചും കൂട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും. കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് കുഴച്ചിട്ടെടുത്തതല്ലേ. അപ്പോൾ അതിനുകൊണ്ട് തീൻ്റെ ചൂട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നമ്മൾ പൊരിക്കാനിട്ടിട്ടുള്ള സമൂസയുടെ എല്ലാ സൈഡും ഒരുപോലെ വെന്ത് വരുന്ന രീതിയിൽ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ സ്നാക്സ് പാകത്തിനൊക്കെ വെന്ത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ പൊരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കിയിട്ടെടുക്കുന്ന സമൂസയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു സമൂസയാണ്. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഞ്ഞി പോലത്തെ ഒരു സ്നാക്സാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ബാക്കി സ്നാക്സൊക്കെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കാതെ ശ്രദ്ധിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.